അവിടെ നിന്നാണോ എൻ്റെ വിയർത്തു എൻ്റെ അമ്മേ നോക്ക് ഓക്കെ ഓക്കെ ഇന്ത്യ സിബിൻ ആ ഇല്ലിക്കൊക്കെ അല്ലയോ ഞാൻ നിന്നെ ഒന്ന് കാണുന്നുണ്ട് കേറുമ്പോഴാ നമ്മൾ ശരി ഇറങ്ങുമ്പോൾ ക്ഷീണിക്കത്തില്ല ഞങ്ങൾ ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നേക്കാം കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിബിൻ അച്ഛന് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാതായി. ഞങ്ങളിപ്പം ഈരാറ്റുപേട്ട സൺറൈസ് ഹോസ്പിറ്റലിലാണ് വന്നേക്കുന്നത്. എമർജൻസിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അപ്പുവനെ പോയി ചേട്ടേ ചേടാ അപ്പു തിരിച്ചു പോവുകയാണ് ഗൈസ്. അപ്പു അവൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ ഒരിടത്തോട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം സമയത്തിലാടാ 5:45 കഴിഞ്ഞു. ഞങ്ങൾ കോട്ടയം ഇല്ലിക്കൽ കല്ലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ ഇറങ്ങുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇന്ന് പോവാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ അപ്പുക്കുട്ടനും ഇന്ന് പോവാണ് ഗൈസ്. അവന് 3-ാം തീയതി ഇല്ലടാ 3-ാം തീയതി നീറ്റിൻ്റെ എക്സാമാണ്. പഠിക്കട്ടെ സർക്കാർ എക്സാം എഴുതി പൊളിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ എന്തോ പറയുന്നത് കോട്ടയം ഇല്ലിക്കൽ കല്ല് പോകാൻ പ്ലാൻ ചെയ്യുന്നു. ഞാൻ ജിബിനച്ചനും കൂടെ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കുറച്ച് കൂട്ടുകാരുണ്ട്, അവരെല്ലാവരും കൂടെ വരും. സമയം 5:30 എന്നാവും പറഞ്ഞത്. ഇപ്പോൾ 5:45 ഒരു വിവരവും ഇല്ല. ഞാൻ വിളിച്ച് നോക്കിയപ്പോൾ അമ്മ ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. ഞാൻ തീരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ പോകണമെന്ന് വെച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നിനിയിപ്പം അമ്മമാരുടെ കൂടെ പോകാമെന്ന് വെച്ചു. ഇവരേ കൂട്ടിയിരിക്കോ ഗേറ്റ് ഇപ്പം തുറന്നു തരുവേ. ഒരു മതിലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത്. യെസ് യാ ബോയ് പുത്തേ അങ്ങനെ ഇല്ലിക്കല്ല് പോണേ. സുഖണ്ടടാ. വണ്ടിയിൽ ഹെൽവിൻ ജിനിൽ ടോണി പിള്ളേരുകളെല്ലാം ഉണ്ട്. അപ്പോൾ ശരി ബൈ പോയേ ബൈ ചേച്ചി ബൈ മമ്മി ബൈ ലെക്സി ബൈ. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഓക്കെ അപ്പോൾ ഞങ്ങൾ തിരിക്കുകയാണ്. അവിടെ ഒരു ഫോട്ടോ വാ ജില്ലേ എന്ത് വെച്ചാ പുളിമുട്ടായി അയ്യോ അയ്യോ കഴിക്കേ. ഇവിടെ ഞങ്ങളിപ്പം ഫുഡ് കഴിച്ചു കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കിടിലൻ സ്പോട്ട്. പക്ഷെ കടമൊക്കെ ചെറുതാണ്, പക്ഷെ ഫുഡ് നൈസ് ഫുഡായിരുന്നു. പിള്ളേരെ കയറൂല്ലേ? ഇവിടെ നിങ്ങളുടെ ഫോട്ടോ എടുക്കണോ? എല്ലാം വരുവാടാ യൂട്യൂബിൽ, നീ പേടിക്കണ്ട. അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ ഇല്ലിക്കല്ല്. അതുകൊണ്ട് അവിടെ നിന്ന് റൂട്ട് കാണിച്ചേക്കുന്നു. അത് തന്നെയാണോടാ വഴി. ശിവനെ പോയേക്കാം. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നടന്ന് മുടിയാൻ പോവാണ്. എത്ര മണിക്കൂർ എന്നാണ് പറഞ്ഞത്? ട്രക്കിങ് 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ അങ്ങോട്ട്, 1.5 മണിക്കൂർ ഇങ്ങോട്ട്, മൊത്തത്തിൽ 3 മണിക്കൂർ ട്രക്കിങ്. മുടിഞ്ഞത് തന്നെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല. ഞങ്ങൾ വന്നേക്കുന്ന 5 പേര്, ഇവൻ സിബി മാത്രം വന്നിട്ടുണ്ട്. ജിബിനച്ചനും വന്നിട്ടുണ്ട്. പക്ഷേ ജിബിനച്ചൻ വന്നേക്കുന്ന ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡാണ്. ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡ് ജിബിനച്ചൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇച്ചിരി അധികം നടക്കണം. ഇല്ലിക്കല്ലിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ ഇവിടം വരെ വണ്ടി വരത്തുള്ളൂ. പക്ഷേ നമ്മളെ ബാക്കിൽ കാണുന്ന വഴി കൂടെ നടന്ന് പോകണം. കുറേ ഉണ്ട്. സിബി നല്ല ഫോട്ടോ എടുപ്പാണ്. സിബിൻ്റെ വണ്ടി അങ്ങനെ നല്ല മുകളിൽ എത്തിയിരിക്കുകയാണ്. ജില്ല അവിടെ എന്തുവാടാ പരിപാടി? പിടിയുടെ എല്ലാരും ഓരോ ഒപ്പി വെച്ചാ പ്രത്യേകം ഒന്നും ഇല്ല. ചെല്ലുമ്പോ കുടിക്കും. തമാശ നിനക്ക് വേണ്ടെങ്കിൽ നീ കൈ പിടിച്ചോ, ഞാൻ കുടിച്ചോളാം. എല്ലാം കിളിവേ കിടക്കാം. നീ ആദ്യം പോടാ. എന്തേലും ഉണ്ടെങ്കിൽ ഉരുണ്ടെങ്കിൽ വന്ന്. ഇച്ചിരി വിഷയമാട്ടോ ഈ വഴി. ഇച്ചിരി അല്ല, നല്ല വിഷയമാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 700 കാലറി എങ്കിലും വേണം. ഹിസ്റ്റോറിയ പോയി തിന്നാ അല്ലയോടാ? ആ എനിക്കറിഞ്ഞൂടെ, ഇവനല്ലേ പറഞ്ഞേ. ക്ലോസാ? ആ അതുകൊണ്ട് കയറിയവർ താണ്ട് ഇറങ്ങി വരുന്നുണ്ട്. വഴി ഇതാണോ? അതുവഴിയും പോവല്ലേ?
ആ ഒരു പോട്ടെ. അങ്ങോട്ട് പോയപ്പോ കല്ല് കണ്ടില്ലല്ലേ? എങ്ങനെയുണ്ട്? അയ്യോ, ഹെൽവിനെ ഷൂ ഉണ്ടല്ലോ. സിബിൻ ഫ്രണ്ടിൽ പോടാ, ഞാൻ നിന്റെ പറയാം. സംസാരിച്ചോടാ, അപ്പൊ അറിയാലോ, ഐഡിയ കിട്ടും. ആ ഇത് കുഴപ്പമില്ല, തിരിച്ചിറങ്ങുമ്പോഴേ ഉള്ളു പ്രശ്നം. നല്ല വഴിയാ അല്ലേ, കോമഡി വഴി. പിടിക്കണച്ചാ, മറ്റേത് വഴി മോശമാന്ന് പറഞ്ഞു. അതിനുള്ള ആരോഗ്യമൊന്നും എനിക്ക് കാണത്തില്ലടാ. ഒരുത്തൻ ഉരുണ്ട എല്ലാരും ഉരുളും. പിന്നെ വീട് വെറും സ്വപ്നം വന്നു. ആ രക്ഷിക്കാം. സിവിൻ പറഞ്ഞ പോലെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആവിയായി പോത്തേ ഉള്ളു, ബോഡി പോലും താഴെത്തത്തില്ല. ഈ വഴി തന്നെയല്ലേ? എങ്ങനെയുണ്ട്? ചൂടല്ലേ? അപ്പൊ നമ്മള് പോയ ആണല്ലേ? ആണോ? എന്റെ അമ്മേ, ഈശ്വര പണിയാന്നല്ലോ. സിബിനെ വിഷയമാന്നല്ലോടാ. എല്ലാവരും പറയുന്നു വിഷയമാണേ, കളി മാറും. ആ കൊള്ളുന്നുണ്ടടാ, കുറ്റിച്ചടി കാര്യമായി, ഫുൾ സ്ലീവ് ഇട്ടത് കാര്യമായി. ദൈവമേ, പള്ളക്ക് കുത്തായിരുന്നാ മതി, വേറൊരു കുഴപ്പം. പിള്ളേരെ സൂക്ഷിച്ച. ഇതെന്തുവാടാ? ഇതൊന്നും വലിയ വിഷയമില്ലടാ, ഇതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ നിഞ്ചോ ഓക്കെ ആണോ? പറന്നു വന്നു. ഒരു കട്ട ഇളകി നമ്മുടെ കട്ടയും പടവളം. അമ്മേ, വഴികളൊരു വിഷയം പിടിച്ച വഴികള്. ഇത് വെള്ളം എവിടെ നിന്നാണ് വരുന്നത്? പോണോ? നിങ്ങൾ ഇറങ്ങുവാന്നോ കയറുവാന്നോ? എങ്ങനെയുണ്ട് കയറിയിട്ട്? ആണോ? ആണോ? ചേട്ടാ ഇതാണോ കുപ്പിക്കകത്ത് തരുന്നേ? നമ്മളാരായി? മൈ ഗോഡ്, ഒന്നും ആയില്ല, പക്ഷെ എന്നാലും തളർന്നു. ക്ഷീണിച്ചോടാ ജില്ലേ? ഹെൽവിനെ ഒരു കുഴപ്പമില്ല, വെള്ളം കുടി. എന്നിട്ട് പറ. അമ്മേ, എന്താടാ? അയ്യോ, പാറയുടെ ഇടയിൽ കൂടെ ഒക്കെ. ടോണിയെ ഓക്കെ അല്ലേ? ജിമിനിച്ചാ, ആ ജിമിനിച്ചാൻ വരട്ടെ. ജിമിനിച്ചാൻ വരട്ടാ. കുടിച്ചോ? തുറന്നിട്ടില്ല.
ക്ഷീണിച്ച സമയം മോശം അല്ലയോ വെയില് രാവിലെ കഴിച്ചോണ്ടേ ആ വീട്ടിൽ വന്നപ്പോ ഗ്യാസ് വന്നിട്ടേ ഇനി മോളിൽ പോണില്ല. പിടിച്ചോ വെള്ളമുണ്ട് കുഴപ്പമില്ല. അതിനാ ഞാൻ കവർ കളയാ. നമ്മുടെ തല ചിന്തിക്കുന്ന പോലെ അല്ലടാ ജീവനേശ്വരൻ്റെ ബ്രെയിൻ. എടാ ആരും ഫുള്ള് കയറിയിട്ടില്ലടാ, നമ്മളെന്തിനാ ഇങ്ങനെ തിരുക്കപ്പെട്ട്. അയ്യോടാ സോറിടാ. ഓ എൻ്റെ ദൈവമേ. ആ വെയിറ്റ്, പതുക്കെ നിന്ന് പോ. വെള്ളം വേണോ ചോദിച്ചാ? ചെരുപ്പ് തന്നെയായിരുന്നു, ഒരു കുഴപ്പമില്ലടാ. തെന്നിയാല പെട്ടു പോണേ. ഓ മൈ ഗോഡ്, പിന്നെ ക്ഷീണിച്ച് നല്ലോണം ക്ഷീണിച്ച്. ഓ ഇവിടെ എത്തിയവർ തണുപ്പുണ്ടാ. ആ എന്നാ പറക്കടാ കാണട്ടെ. അതൊക്കെ കയറണേ. എടാ കുഴപ്പമില്ല, പിടിക്കുവോ? നിന്റെ കയ്യിൽ കൊപ്പിയില്ല, വേണ്ട വിഷയമില്ല. അല്ലേ ഓക്കെ ബ്രോ. ആ പൊക്കോ പൊക്കോ. ജിമിൻചാ ഓക്കെ അല്ലേ? തെന്നലുണ്ടല്ലോ. ആണോ? മൈ ഗോഡ്. ചുരുക്കം പറഞ്ഞ പ്രശ്നമുണ്ട്. ഒരാളവിടെ എത്തിയിട്ട് അടുത്ത ആൾ കയറും. ഓക്കെ പതുക്കെ ഇറങ്ങിയാൽ മതി. ഓക്കെ ആണോ? ആ ഇവിടെ വിഷയമില്ലടാ. ആ കയറും കയറും. ആ ഓക്കെ കുഴപ്പമില്ല. ആ ഇതൊക്കെ ഇറങ്ങാം, നമുക്ക് ഇരുന്നിറങ്ങാം. അതിറങ്ങാം, ഇത്രയും പേര് നമ്മൾ എന്തായാലും ഇറങ്ങാൻ പറ്റൂ. ഇറങ്ങാ നമുക്ക് ഇറങ്ങിയാന്നല്ലേ. ഇതൊക്കെ ഇരുത്തി ഇറങ്ങിയാൽ മതി. പക്ഷേ ഈ കയറുമ്പോഴാ നമ്മൾ ഇച്ചിരി ശരി, ഇറങ്ങുമ്പോൾ ക്ഷീണിക്കത്തില്ല. ആ ജിമിനച്ച ഒരു കാര്യം, ജിമിനച്ച ബാക്കിൽ പോണ്ട, കുറച്ചുകൂടെ ഒന്നും നടന്നില്ല. ജിമിനച്ച നമ്മളെ മറ്റേ വഴി ഇറങ്ങുന്നു. ഇല്ലിക്കല്ല മറ്റേ റൂട്ടില്ലേ, ഫ്രണ്ട് സൈഡ് പറ്റത്തില്ലേ? ആണോ? കുറച്ച് എല്ലാവരും എൻ്റെ വിയർത്തു. എൻ്റെ അമ്മേ നോക്ക്. പക്ഷെ രസമുണ്ടല്ലോ.
ഞാൻ അത്രയും തളർന്നില്ല, പക്ഷേ വിയർത്തതിൻ്റെ അത്രയും തളർന്നിട്ടില്ല. പക്ഷെ നല്ലോണം വിയർക്കുന്നു. ഇച്ചിരി കവിള എന്നടാ. ഒരുപാട് കുടിക്കണ്ട. എന്നുണ്ടാ കുഴപ്പമില്ല. ഇവിടെ റിസ്ക് ആട്ടോ എന്നുവെച്ചാ ഒന്ന് കാല് തന്നെയാ ടീം എന്നുവെച്ചാ കൈ ഇവിടെ കൈ പിടിച്ച് വന്നാൽ മതി. മൈ ഗോഡ്, ഇന്ന് ബാഹുബലി ആയനല്ലോടാ സിബിനെ. എടാ ഇവിടെ മറ്റേ എയർ ആംബുലൻസ് ഒക്കെ വരുമല്ലോ അല്ലേ എമർജൻസി സിറ്റുവേഷൻസിൽ? ഇടാടാ സിബി ഇല്ലേ? ആ തെന്നുന്നുണ്ട് ചോദിച്ചാൽ സൂക്ഷിക്കണേ. ആ സേഫ്. ഇവിടെ ഓക്കെ. സൂക്ഷിച്ചേ. ടോണി എന്തി മേളുണ്ടോ? അവിടെ നിന്നല്ലേ? ചോദിച്ചില്ല, ഇരിക്കാൻ സ്ഥലമുണ്ട്. അമ്മേ സിബിൻ എന്തിയേ സിബിൻ? ആ ഇല്ലിക്കൊക്കെ അല്ലയോ? ഞാൻ നിന്നെ ഒന്ന് കാണുന്നുണ്ട്. പിടിക്കണോ? ഇവിടെ കയറാൻ പാടായിരിക്കും. അയ്യോ, ഞാൻ കൊതിച്ചപ്പോൾ ജിന്നിലൊന്ന് പേടിച്ച് പുറകെ അവനാന്നേ. ഓ മൈ ഗോഡ്, എൻ്റെ അമ്മേ ഭയങ്കര സുഖം. എടാ വെയിലായി കേട്ടോ. സിബിൻ്റെ ഒരു സൂക്കേടേ. ജിബിൻ്റെ അച്ഛൻ അവിടെ ഒന്ന് റെസ്റ്റ് എടുക്കുവാണ്. നീ കയറിക്കോടാ. ചോദിച്ചാൽ റേഞ്ച് ഉണ്ടോ ചോദിച്ചാ, ഇൻ കേസേ വിളിക്കണമെങ്കിലേ. ജിയോയ്ക്കുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജിയോ നമ്പറിൽ വിളിക്ക്. അല്ല കയറി വരുന്നേ കയറുവാ, ഞാൻ എവിടെ നിൽക്കാം. വരുമോ? ഒറ്റയ്ക്ക് വരുമോ? ഇപ്പം സിബിൻ പറഞ്ഞ അനുസരിച്ച് സാധനം എത്താറായി എന്നാണ് സിബിൻ പറയുന്നത്. പൊന്നു മോനെ എത്തിയിട്ടില്ലേ? ഞാൻ കാണുന്നുണ്ട്. ഓ ആ കുരിശ് അതാണോ? ഓക്കെ. സംഭവം എന്ന് വെച്ചാൽ അവിടെ ഒരു കുരിശ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എവിടാ? അവിടെ ഒരു കുരിശുണ്ടേ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയി. ഇതുകൊണ്ട് അവിടെ പോകണ്ടേ. ഹെൽവിനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ വാട്ടർ സപ്ലയർ. ഹെൽവിൻ്റെ കയ്യിൽ 3 കുപ്പിയുണ്ട്. ജിനിലിൻ്റെ കയ്യിലും. നിങ്ങളുടെ കുപ്പിയൊക്കെ എന്തിനാ? എല്ലാം അച്ചുവിൻ്റെ കയ്യിലാണ്. എൻ്റെ ദൈവമേ, അച്ചു വെള്ളക്കാരനല്ലയോ? ബാക്ക് കാണുമ്പോഴേ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സീൻ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇറങ്ങുമ്പോ എന്തുമായിരിക്കും ഇവിടെ? ഇറങ്ങുമ്പോ സീനായിരിക്കും. ആ അതല്ലേ ആ കല്ല് നിങ്ങൾ കാണുന്ന ആ കല്ലുണ്ട്. എനിക്ക് ഞാൻ സൂം ചെയ്തൊന്ന് കാണിക്കാം. അതുകൊണ്ട് ആ കല്ലുണ്ടോ, അതാണ് ശരിക്കും ഇല്ലിക്കക്കല്ല്. അവിടെ പോകണമെന്നാ ഇവന്മാര് പറയുന്നത്. ആണോ? ഓ അവിടെ. ഓക്കെ. ഓ ആ പിള്ളേർ നിൽക്കുന്ന അവിടെ വരെ കാറ് പോകും അല്ലേ? ഓക്കെ. അവിടെ ഇന്ന് കഴിഞ്ഞാൽ കാണാനേ പറ്റുള്ളൂ. ബാക്കി നിന്നാൽ കയറാൻ പറ്റും. ഓ ഓക്കെ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണ്. അയ്യോ ഇതെങ്ങനെ കയറൂടാ? സർപ്രൈസ് പട്ടി. അയ്യോ ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. എൻ്റെ ദൈവമേ. എടാ അവിടെ നിന്നാണോ?
അവിടെ നിന്നാണോ? അതൊന്നും വഴിയില്ല. ഇത്തിരി റിസ്കാ. ഓക്കെ ഓക്കെ ആ ഓക്കെ സെറ്റ്. നീ അപ്പുറത്തോട്ട് പോകുന്നില്ല. ആ നീ സൂക്ഷിക്കണേ സിബിനെ. അച്ചോടെ നിൽക്കണ ഓൾഡിടാ. ഓ അവിടെ ഇച്ചിരി ടാസ്ക് ആയിരുന്നേ, അതുകൊണ്ട് ക്യാമറ ഓഫ് ആക്കേണ്ടി വന്നു എനിക്ക്. യെസ്, അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഗൈസ്. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ ദൈവമേ. ജിമിനിച്ചാ, ജിമിനിച്ച എന്തിടാ? ജിമിനിച്ചാ, ആ ഇച്ചിരി ഉള്ളു, താണ്ട് എത്തി. അങ്ങനെ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ഒളിവിൽ എന്നൊക്കെ എൻ്റെ വായു, ഒടുവിൽ ഞങ്ങൾ ഇല്ലിക്കക്കല്ലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ഇല്ലിക്കക്കല്ലടാ, അവിടെ അതുകൊണ്ട് ആ കുരിശ് കണ്ടാ, അതിൻ്റെ അപ്പുറത്തൊരു കല്ലുണ്ട്. അതോ ആ 2 പിള്ളേർ നിൽക്കുന്നുണ്ടാ, അവിടെയാണ് ശരിക്കും കല്ല്. എടാ ഓമന എന്നൊക്കെ എഴുതിയേക്കുന്നു, ഓമന തോമസ്. ഇത് പണ്ടാരോ എഴുതിയതാണെന്ന് തോന്നുന്നടേ, കല്ലേലടിച്ച പ്രണയം. ഓമന തോമസും അതുപോലെ തന്നെ ഇത് രമണൻ ED. എടാ 1972 ഇത് സംഭവം ഉണ്ടോ? ഇവിടെ ആരൊക്കെ മറ്റേ കുത്തി എഴുതി വെച്ചിട്ടുണ്ട് കല്ലേലെ. ഓമന തോമസും രമണൻ ED എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇയർ എഴുതിയിട്ടുണ്ട് 72, 1972. എഴുതടാ ജിനിൽ ബിജു പാണ്ടിത്തിട്ടാന്ന്. എഴുതടാ സിബിൻ ഫിലിപ്പ് പാണ്ടിത്തിട്ട. അങ്ങനെ ജിബിൻ്റെ അച്ഛനും വരുന്നു ഗായ്സ്. ശരിക്കും വെച്ചാൽ അവിടെ പോണ്ടേന്ന് പറഞ്ഞത് വെച്ച് ആ ചിലപ്പോ എനിക്ക് ചിക്കൻ ബോക്സ് ആണെന്ന് പറയുന്നു. ചിക്കൻ ബോക്സോ? എന്താടാ ഒരു പെട്ടെന്നൊരു ചുമ കാര്യമായിട്ടാണ്. ആ അത് ഫിൻസിയാ, അത് മറ്റേ ഗുരു അല്ല, ചിക്കൻ ബോക്സിന്റെ ഗുരു ഇങ്ങനല്ല. ഇതിൻ്റെ അടിയിൽ പോവാം, പാറ ഇടാണ്ട് സ്പേസ് ഉണ്ട്, നടന്ന് അപ്പുറത്ത് പോവാം. ഇതിൻ്റെ അടിയിൽ കൂടെ വഴിയുണ്ടെന്ന് മറപ്പം. ഓ കയറി പോന്നു. ഒരു കല്ലിട്ട് അടച്ചതാ. എങ്ങനെയുണ്ടാ വ്യൂ? അയ്യോ എടാ ദൈവമേ, ഇത്ര റിസ്ക് ആയിരുന്നു ഇവിടെ. തീർന്നടാ. വീഴുവാണെങ്കിൽ എൻ്റെ തെളിവുണ്ട്. ഓ അയ്യോ ഇതുവഴിയാടാ, ഇതുവഴിയൊന്നും അല്ലായിരുന്നു, അതുവഴിയാ. അവിടെ ചെന്നാലോ തണുപ്പ്. ആ വരാം. എന്താടാ തണലോ? നമ്മളെ യേശുക്രിസ്തു. പേഷ്യൻ്റോ? My God, what is this? What is this thing? മുത്തുമണികളെ കയറി വാടാ. ഞാൻ ഇടക്കിടക്ക് ഇമാര് ഭയങ്കര പറ്റുന്നില്ല, കൊച്ചു പിള്ളേരോ, പക്ഷെ സ്റ്റാമിന ഒന്നുമില്ല. അറിഞ്ഞൂടാ. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ കുരിശിൻ്റെ അടുത്ത് എത്തി കേട്ടോ. നൈറ്റിംഗേൽ എന്ന് പറയുന്നില്ല, കുരിശിങ്കേൽ. അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? ദൈവമേ, എനിക്കിതൊന്നും കണ്ടിരിക്കാൻ മേല. എനിക്ക് പേടിയാവും. നിമ്മർ അവിടെ നിൽക്കും. സിബിനെ വേണ്ട. ഞാൻ ഈ കുരിശിൻ്റെ കൂടെ ഇരുന്നോളാം. ഇതാണോടാ നരകപാലം? അപ്പുറം ഇപ്പുറം. എൻ്റെ അമ്മേ, ഇതുണ്ടോ? ഇപ്പുറം കൊക്ക, അപ്പുറം കൊക്ക. നല്ല കൊക്ക, നല്ല വലിയ കൊക്ക. നേരെ നടക്കുക. അതുകൊണ്ട് അമ്മമാരൊക്കെ ഓൾറെഡി കയറിപ്പോയി. പതുക്കെ പോണേ. ഓ, പാറ വിഷയവാ. ആണാണ്. പരുന്തുംപാറയിൽ ഒത്തിരി സ്റ്റീപ്പാ. എന്തുവാ എന്നുവെച്ചാ സൂക്ഷിച്ചേ. അങ്ങനെ നമ്മൾ നരകപാലം ക്രോസ് ചെയ്തിരിക്കുകയാണ്. ജിബിൻ അച്ഛനും ഉണ്ട്. എന്നുവെച്ചാൽ വെള്ളം കുടിച്ച് പതുക്കെ വരുന്നു. എടാ എത്തിയോടെ? ഇതാണോ ഡെസ്റ്റിനേഷൻ? അങ്ങനെ നരകപാലം താണ്ടി ഞങ്ങൾ ദേ ഇവിടെ എത്തി. ഇതെന്താ കാണുന്നതാണ്? അതാ കാണുന്നത് എന്തുവാടാ? ഇല്ലിക്കൽ കല്ല്. അതാണ് ഇല്ലിക്കൽ കല്ല്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇതുകൊണ്ട് അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അവിടെ എത്തിയാണ് നമ്മൾ. പക്ഷേ നമ്മൾ ബാക്ക് സൈഡിൽ വന്നുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല, ഒരു ബാരിയറും ഇല്ല. ആരെല്ലാം വീണാലും അറിയത്തില്ല അല്ലയോടാ? അയ്യോ. അങ്ങനെ എല്ലാവരും കണ്ടല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതാണ് നമ്മുടെ ഇല്ലിക്കൽ കല്ല്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞു നമ്മുടെ പരിപാടി. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലാണ് ഗൈസ്. വാഗമൺ സൈഡൊക്കെ നല്ല ആണോ? ആ എടാ, നിങ്ങൾ ആ കാണുന്ന ഭാഗം ഉണ്ടല്ലോ, അത് വാഗമണ്ണാണേ. ഞങ്ങളിപ്പോൾ മാപ്പിൽ നോക്കി. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഞങ്ങളിപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ കാണുന്നത് വാഗമണ്ണാണ്. ഭയങ്കര. ഞങ്ങൾ നോക്കട്ടെ, ഇന്ന് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും. വാഗമണ്ണൊന്ന് പോകും. വാഗമണ്ണൊന്ന് പരുന്തുംപാറയൊക്കെ ഒന്ന് പോകണം എന്ന് വെച്ച് നിൽക്കുന്നു. ഉറപ്പില്ല. ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലിക്കൽ കല്ലായിരുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സമയം ഇപ്പം എത്രയായി? സമയം ഇപ്പം 11 മണിയായി. ഇനിയും സമയം കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ. പറ്റുമെങ്കിൽ ഞങ്ങൾ പരുന്തുംപാറയും പോകുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങട്ടെ. അതിൻ്റെ ഇടയ്ക്കുള്ള വിഷ്വൽസൊക്കെ ഞാൻ നിങ്ങളെ പറ്റുമെങ്കിൽ കാണിക്കാം. കാരണം ഇറങ്ങുന്ന ഭാഗം ഇച്ചിരി റിസ്ക്കിയാണ്. നല്ല സ്റ്റീപ്പാണ്. അപ്പോൾ ഇറങ്ങുന്ന റിസ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ അതെ, ഇത് ഈ വ്ളോഗ് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ്. കുറച്ച് പിള്ളേർ കയറി വരുന്നുണ്ട്. അപ്പോൾ അവർ കയറിയിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ. കാരണം എന്താണ്, ഇത് 1 by അറ്റ് ടൈം ഒരാൾക്കേ ഒന്നെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട്. നമ്മളൊരു പുതിയ വഴി ഇവിടെ സെറ്റ് ചെയ്യുക. ഇത് ഉദ്ദേശിച്ച പോലല്ല. ഈ വഴി തെറ്റുന്നവനാ. ഇതുവഴി ഇറങ്ങിക്കോടാ. ഓക്കോ. ബ്രോ ഒന്നും നോക്കണ്ട, ഇറങ്ങിക്കോ.
ഇല്ലാതെ ഇറങ്ങുന്നു, ആവശ്യമില്ലാണ്ട് ഇറങ്ങും. പകുതി മാഞ്ഞു പോയി. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. എടാ വെള്ളം കുടിച്ചിട്ടോ. എത്ര വെച്ചാ? 6 സോഡാന്ന് ഇറങ്ങിയോളൂ. എങ്ങനെ ഉണ്ടായിരുന്ന ടോണി? ഇല്ലേ? സുവിനെ ഒരേ പുള്ളി ഉണ്ടായിരുന്നു. ജൂനിച്ച എൻ്റെ അമ്മേ. ഉപ്പ് പഞ്ചസാര കിട്ടോ? ഉണ്ട് കേട്ടോ. ഓ മൈ ഗോഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പരുന്തുംപാറ ഇതിനു മുമ്പേ പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇത്ര അടിപൊളി എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. നമ്മൾ സംഭവം ശരിയാണ്, നമ്മൾ വിയർത്തു, നമ്മൾ ക്ഷീണിച്ചു, പക്ഷേ കിട്ടുമ്പോൾ ആ ഒരു കിക്ക് ഉണ്ടല്ലോ, മേളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു കിക്ക്, അത് വേറെ വൈബാണ് മക്കളെ. നിങ്ങൾ പറ്റുന്നവരൊന്ന് കയറി വരാൻ നോക്കും. അപ്പോൾ നിങ്ങൾ ഇല്ലിക്കൽ കല്ല് വിസിറ്റ് ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളി ഒരു കിടിലം ഒരു വൈബ് കിട്ടും നിങ്ങൾക്ക് കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ രാവിലെ സമയങ്ങളിൽ വരുവാണെങ്കിൽ വേറെ ലെവലാണ്. ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. ഞങ്ങൾ 5:30 ഇറങ്ങി, ഒരു 8:30 ആകുമ്പോൾ എത്തേണ്ടതായിരുന്നു. ഞങ്ങൾ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ കയറി. അത് കഴിഞ്ഞ് 8:50 ആയപ്പോൾ ഞങ്ങളിവിടെ എത്തി. പക്ഷേ ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് കിട്ടി. വെയിലുണ്ടായിരുന്നു, പക്ഷേ ചൂടില്ലായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ വെയിൽ നമുക്ക് അടിക്കുന്നുണ്ട്, നല്ലോണം അടിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കാറ്റും കൂടെ അടിക്കുന്നുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞില്ല. ഇപ്പം ഞങ്ങൾ ഇറങ്ങി സമയം ഒരു 12 മണി ആവാറായി. 11:50 ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് കുടിവെള്ളം കുടിച്ചിട്ട് അടുത്ത ഏതാ സ്പോട്ടെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. വാഗമണ്ണാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. ഞങ്ങളിപ്പം ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കുന്നത്. നോക്കട്ടെ, വേറെ എന്തെങ്കിലും വകുപ്പ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. പരുന്തുംപാറ നല്ല സ്പോട്ടാണെന്ന് ജിബിനശേഷം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞങ്ങൾ ഒന്ന് അങ്ങോട്ട് പോയാൽ കൊള്ളാം എന്നും വെച്ച് നിൽക്കുന്നു. എടാ സിബിനെ, എന്താ നമ്മുടെ അടുത്ത പ്ലാൻ? നമ്മുടെ മെയിൻ സാധനം കുഴപ്പമില്ലടാ. എടാ നമ്മുടെ മെയിൻ സാധനം കംപ്ലീറ്റ് ആയി. ഇല്ലിക്കല്ലായിരുന്നു ഞങ്ങളുടെ മെയിൻ ഫോക്കസ്. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരുന്തുംപാറയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അറിഞ്ഞൂടെ, പോകാൻ പറ്റുവാണെങ്കിൽ പോകും. ഇപ്പോൾ ചെറിയൊരു ഇരുട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മഴയ്ക്കുള്ള കോളാണെന്ന് തോന്നുന്നു. ആൻഡ് ബൂം ഗൈസ്, അങ്ങനെ മുഖമൊക്കെ ഒന്ന് കഴുകി. ഇവിടെ സത്യം പറഞ്ഞാൽ ഭയങ്കര ക്രൗഡഡായി. അതുകൊണ്ട് ഇപ്പം തുണിയൊന്നും മാറാനായിട്ടുള്ള സൗകര്യം. ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് കയറി തുണി മാറാവുന്നതായിരുന്നു. ഇപ്പം ഇവിടെ ആൾക്കാർ കൂടിയതുകൊണ്ട് ഇനി തുണി മാറാൻ ഭയങ്കര സ്ഥലം ഇച്ചിരി കൺജസ്റ്റഡ് ആയി. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ മാറിയിട്ട് താഴെ പോയി തുണി മാറാമെന്ന് വെച്ചിരിക്കുന്നത്. ഇവന്മാരും സ്പെയർ എടുത്തിട്ടില്ല. നീ എടുത്തോടാ സിബിൻ? ആരും എടുത്തില്ലേ? അപ്പോൾ ഞാൻ ജിബിനച്ചൻ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് മാറണം. ഫുൾ അഴുക്കായി. ഇതുണ്ടോ ഇവിടെ ഫുള്ള് അഴുക്കായി. ഷോ, ജിബിനച്ചൻ്റെ പാൻറ്റ് ഫുള്ള് പോയി. സീൻ. അങ്ങനെ എന്തൊരു ആശ്വാസം. ഡ്രസ്സൊക്കെ മാറി. ജിബിനച്ചന് ഞാനും യവന്മാരും ഡ്രസ്സ് സ്പെയർ എടുത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് യവന്മാർ പെട്ട്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറി. ഇനിയിപ്പോൾ അടുത്ത സ്പോട്ട് എവിടെ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? വാഗമൺ. ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റ് നല്ലതാണ്ടേ നമുക്ക് പരുന്തുംപാറ അല്ലേ? പരുന്തുംപാറ ഇപ്പം പോയി കഴിഞ്ഞാൽ വെയിലാവൂ? വെയിൽ കാണാൻ തോന്നുന്നില്ല എനിക്ക്. പോയി നോക്കാം. വെയിലുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ടെങ്കിൽ വരത്തേ ഉള്ളൂ. ഞങ്ങൾ ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ വന്നേക്കാം കേട്ടോ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിബിനച്ചന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മസിൽ ക്രാമ്പ് പോലെ വന്നു കേട്ടോ. ഞങ്ങൾ മറ്റേ അവിടെ മല കയറി ഇല്ലിക്കക്കല്ല് കയറിയിട്ട് തിരിച്ച് വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. വണ്ടിക്കകത്ത് കയറി കുറച്ച് മുമ്പോട്ട് വന്നപ്പോഴത്തേന് ജിബിനച്ചന് ആദ്യമേ വലത്തെ കാലിൽ ക്രാമ്പായി, മസിൽ കയറി പിടിച്ച്. പിന്നെ അവിടെ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചൊന്ന് റെഡിയായി വന്ന് വണ്ടി കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇടത്തെ കാലിനും ക്രാമ്പായി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മുതുകത്തും. ജിബിനച്ചന് പിന്നെ ശ്വാസം എടുക്കാൻ പറ്റാതായി. ഞങ്ങളിപ്പം ഈരാറ്റുപേട്ട സൺറൈസ് ഹോസ്പിറ്റലിലാണ് വന്നേക്കുന്നത്. എമർജൻസിയിൽ കയറ്റിയിട്ടുണ്ട്. അറിഞ്ഞുകൂടാ എന്താ സംഭവം എന്നുള്ളത്. പക്ഷേ ജിബിനച്ചന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങിയത് കൊണ്ടാവാൻ ചാൻസ് കൂടുതലാണെന്നാണ് ജിബിനച്ചൻ പറഞ്ഞത്. അവിടെ വെച്ചേ പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഡോക്ടറും പറഞ്ഞു അതാ ട്രെക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ IV അതുപോലെ തന്നെ വേണ്ട സാധനങ്ങളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ എന്തായാലും പിടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം ഇവിടെ നിൽക്കുക. സിബിനും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടാളികളെല്ലാവരും കുറച്ച് ജ്യൂസ് മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ജിബിനച്ചൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ എമർജൻസി ആയതുകൊണ്ട് എനിക്ക് അധികം നേരം അകത്ത് നിൽക്കാൻ പറ്റത്തില്ല. എന്നോട് വെളിയിൽ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ പോയാലും 1 മണിക്കൂർ പിടിക്കുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. നോക്കാം ഗൈസ്. സംഭവം
പെട്ടെന്ന് ജിബിനച്ചാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വരാറുണ്ട്, പക്ഷേ ഇതുപോലെ ഇത് ഫസ്റ്റ് ടൈം വരുന്നത് കേട്ടോ. കാരണം ഇടയ്ക്ക് വരുമ്പോൾ ഒന്നെങ്കിൽ ഒരു കാലേ വരും, കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഓക്കെ ആവും. പക്ഷെ ഇപ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തെ കാലിലും വലത്തെ കാലിലും മുതുകത്തും പുറത്തുമൊക്കെ കയറി അങ്ങ് പിടിക്കാൻ തുടങ്ങി മസിൽസ്. അപ്പോൾ മെയിൻലി വെള്ളമില്ലാത്തതുകൊണ്ട് ഈ വെയിലാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. ഈ ചൂടത്ത് നമ്മൾ വെള്ളം ഒട്ടും കുടിക്കാതൊക്കെ ഇരുന്നാലും പ്രശ്നവും വെള്ളം ഇപ്പോൾ ദാണ്ട് ജിബിനച്ചാൻ വെള്ളം കുടിച്ചിട്ടും ജിബിനച്ചാന് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വെള്ളം കുടിച്ചില്ല എങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കഴിവതും നിങ്ങൾ വെയിലത്തൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ലോണം മാക്സിമം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. ഒരു നാണ്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നു. വാവളപ്പൻ സംഭവമൊന്നുമില്ല. ജിബിനച്ചാൻ ആ ഇരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ സെറ്റാവും എന്നാണ് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ജിബിനച്ചാച്ചനെ കാണിച്ചാ ജിബിനച്ചാച്ചന് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, വെയിലത്ത് അവിടെ പാറയുടെ പുറത്തിരുന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്. ഉള്ള ബോഡിയിൽ നിന്നുള്ള എല്ലാം വേണ്ടിയ സാധനങ്ങളും പൊട്ടാഷ്യനും മഗ്നീഷ്യനും ഉള്ള സാമാനും എല്ലാം സോഡിയം എല്ലാം പോയി. അതുകൊണ്ട് അത് തിരിച്ച് കയറ്റി ഞങ്ങൾ ഇപ്പം ഹെൽത്തിയാണ്. ജിബിനച്ചാൻ ഇപ്പോൾ ഹെൽത്തിയാണ്. ഇനിയിപ്പോൾ ഞങ്ങളടുത്ത പരിപാടി എവിടെയെങ്കിലും പോയി നല്ല ഫുഡ് കഴിക്കാന്നുള്ളതാണ്. ഫുഡ് കഴിച്ചിട്ട് എന്താ പരിപാടിടാ? എന്താടാ പരിപാടി? തീരുമാനിച്ചിട്ടില്ല. എല്ലാം പോകുന്ന പോലെ അങ്ങ് പോട്ടെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇതെവിടെ വെച്ച സ്ഥലം? ഏതൊരു സ്ഥലം വാഗമണ് പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇതൊരു റാൻഡമായിട്ടുള്ളൊരു കടയിൽ കയറിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ജിബിനച്ചനുണ്ട്, സിബിനുണ്ട്. ആര്? ഇവൻ നല്ലോണം ഉറങ്ങി കേട്ടോ. ഹെൽവിൻ ഊത്തുറക്കമായിരുന്നു വണ്ടിക്കകത്ത്. വാവളപ്പൻ പുതിയ പേരിട്ട് വാവളപ്പൻ. ഹെൽവിന് ആ അതെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ വാവളപ്പൻ ഇട്ട് കഴിഞ്ഞാൽ ഹെൽവിൻ വന്ന് ഓരോരുത്തർക്കും പേഴ്സണലി മെസ്സേജ് അയക്കും. ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ്. അങ്ങനെ ഒരു ചെറിയൊരു തിരുത്തുണ്ട് ഗൈസ്. ഞങ്ങൾ പരുന്തുംപാറയിൽ പോകുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ മഴ. ഞങ്ങൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു, പക്ഷെ ഇവിടെ പെയ്യുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഞങ്ങളുടെ അവിടെയൊക്കെ ഇന്നലെ 2 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. എന്തോ നമ്മള് അതിന്റെ മണ്ടക്ക് കയറി മഴ പെയ്തായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനാ? നമ്മൾ ഇല്ലിക്കല്ലോ നനഞ്ഞ അവിടെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. തെന്നി പോയെന്നാ നമ്മൾ. നനയാനേ പറ്റി, വേറൊന്നും ചെയ്യില്ല, അവിടെ ഇരിക്കാം. അല്ല ഇടി വെട്ടിയാ തേഞ്ഞ് ഇടിവെട്ടായിരുന്നാ മതി, വേറെ ഒരു കുഴപ്പമില്ല. മഴ നനഞ്ഞാലും സാരമില്ല. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ തിരിച്ചു പോകാന്നുള്ളതാണ്. ഇപ്പം നേരെ ഞങ്ങൾ പോകുന്നത് കുട്ടിക്കാനത്താണ് നമ്മളിപ്പം പോകാൻ പോകുന്നത്. കുട്ടിക്കാനം വഴി ഞങ്ങൾ നേരെ റാന്നി പിടിച്ച് നേരെ അങ്ങ് വീട്ടിൽ പോകും. അതാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരുന്നേക്കുന്നത്. എന്താ ചെയ്യാൻ, അത് വിഷയമില്ല. ഹോസ്പിറ്റൽ കേസും അത് നമുക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ കൂട്ടാൻ പറ്റില്ല. കാരണം ഹെൽത്ത് ഇല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം അല്ലേ? കുത്തി വെച്ചിട്ട് ജിബിനച്ചാൻ വണ്ടി ഓടിക്കുന്നുണ്ട് ഗൈസ്. വെട്ടിച്ചു വെട്ടുവോ? അവളെന്റെ അടുത്ത് പറഞ്ഞത് മര്യാദക്ക് വീട്ടിൽ പോയിക്കോളാനാ. ഞങ്ങൾ നേരെ വീട്ടിൽ പോയ ചേച്ചി പറഞ്ഞു താണ്ട നമ്മള് തിരിച്ച് വീട്ടിൽ പോവാ. കഴിഞ്ഞ പരിപാടി അടിനാശം വെള്ളപ്പൊക്കവാ ഇവിടെ. അങ്ങനെ ഞങ്ങൾ തീരും വീട്ടിൽ പോവാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ എയിം. എന്തായാലും നടന്നല്ലോ. നമ്മൾ ഇല്ലിക്കക്കല്ല് ഫോക്കസ് ചെയ്ത് ഇല്ലിക്കക്കല്ല് നല്ല നൈസായിട്ട് എക്സ്പ്ലോർ ചെയ്തു. അതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻറ്റ്സ് ഒക്കെ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്കിനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.